സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ തന്റെ സാന്നിധ്യം മഹാത്മാവാണ് ശ്രീ മന്നത്ത് അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ ആ കാലപാതകളെ ഇക്കാലമത്രയും പിന്തുടരാൻ കഴിയും എന്നാണ് മറ്റു സംഘടനകളിൽ നായർ സർവീസ് സൊസൈറ്റി വ്യക്തമാണ്. നായർ സർവീസ് സൊസൈറ്റി എന്ന മഹത്തായ പ്രസ്ഥാനം കെട്ടിപ്പടുത്ത് സ്വസമുദായത്തിന്റെ പുരോഗതിയുടെ സമൂഹത്തിന്റെ നന്മയ്ക്കായി കഠിനാധ്വാനം ചെയ്ത കർമ്മയോഗിയായിരുന്നു. സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ അദ്ദേഹം വരുത്തിയ വിപ്ലവകരമായ മാറ്റങ്ങൾ, വിപ്ലവകരമായ പരിവർത്തനങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ദുരിതങ്ങൾക്കും ഉച്ചനീചത്വങ്ങൾക്കും എതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് കർമ്മപ്രഭാവത്താൽ ശൂന്യതയിൽ നിന്നും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച അവതാര പുരുഷൻ ആണ് ശ്രീ മന്നത്ത്. സാധാരണക്കാരനായിരുന്ന യോഗീശ്വരൻ മന്നത്ത് പത്മനാഭന്റെ നിലപാടുകൾക്കും കാലാതീതമായ ദർശനങ്ങൾക്കും പ്രസക്തിയും പ്രശസ്തിയും ഇപ്പോഴും വർദ്ധിക്കുന്നതായി നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ ഈ ജന്മദിനത്തിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ആ മഹാത്മാവിന്റെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കടമയിലേക്ക് കടക്കട്ടെ. ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീ രമേശ് ചെന്നിത്തല, മുൻ ആഭ്യന്തരമന്ത്രി, MP, MLA, KPCC പ്രസിഡന്റ് എന്നീ നിലകളിലൊക്കെ വിശേഷിപ്പിക്കാവുന്ന ശ്രീ രമേശ് ചെന്നിത്തലയാണ്. ഇപ്പോഴത്തെ ഹരിപ്പാട് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ MLA-യുമാണ്. ഞാൻ ആ കാര്യത്തിൽ പിന്നെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഞാനിപ്പോ പറയുന്നില്ല. ഞങ്ങൾക്ക് നേരത്തെ ക്ഷണിച്ചിരുന്ന ആള് ഉദ്ഘാടനം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. സാങ്കേതികമായ പക്ഷേ ഈശ്വരാധീനം കൊണ്ടും മന്നത്ത് പത്മനാഭന്റെ അനുഗ്രഹം കൊണ്ടും അതിലുമൊക്കെ അർഹനായ ഒരാള് ഇവിടെ ഞാൻ എന്ത് വേണേ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ മുഖ്യ പ്രഭാഷണം കൊടുത്തു. ആ മുഖ്യ പ്രഭാഷണം നോട്ടീസ് കഴിയുമ്പോഴാണ് ഔദ്യോഗിക കാര്യങ്ങൾ സംബന്ധിച്ച് വരാൻ പോകുന്നില്ല. അതിന് പിന്നിലൊക്കെ ഒരുപാട് ചരിത്രമുണ്ട്. അത് നമ്മളിപ്പം വിശകലനം ചെയ്യുന്ന ചരിത്രമല്ല. അത് ഞങ്ങൾ പറയാതെ തന്നെ പിന്നീട് മനസ്സിലാക്കുന്നു. പക്ഷേ ഞങ്ങൾ ശ്രീ രമേശ് ചെന്നിത്തലയോട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. കൃത്യത പറയണമെന്ന് പറഞ്ഞാൽ കൃത്യത പറയും എന്ന് പറഞ്ഞു. അപ്പം ഈ ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞ വളരെ സന്തോഷം. അങ്ങനെ ആ പ്രോഗ്രാം മാറ്റപ്പെട്ടു. ശ്രീ രമേശ് ചെന്നിത്തലയെ ഉദ്ഘാടകനായി തീരുമാനിച്ചു. നമ്മുടെ സത്വറൊക്കെ അയച്ചിട്ട് നോട്ടീസ് എടുത്ത് ചെയ്യാൻ സമയമില്ല.
പക്ഷെ ഇത് ഒരു വൻ വിവാദമായി കൊണ്ടുവരാൻ വേണ്ടി ചില ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ ദിവസങ്ങളോളം ചർച്ച ചെയ്തു. ഈ നായർ സർവീസ് സൊസൈറ്റിയിൽ ഒരു നായര് വരുന്നതിന് കുഴപ്പമുള്ളൂ. മറ്റ് ഏത് സംഘടനയിലും ഏത് സമുദായ സംഘടനയിലും ആരെ വിളിക്കുന്നതിലും ഒരു കുഴപ്പമില്ല. ഒരു പത്രക്കാരും ഒരു ദൃശ്യക്കാരും തിരിഞ്ഞു നോക്കാറില്ലാതെ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനിപ്പോ സമയം ദീർഘിപ്പിക്കാത്തതുകൊണ്ട് അത് ഞാനൊന്നും പറയുന്നില്ല. ശ്രീ രമേശ് ചെന്നിത്തല വിളിച്ചത് കോൺഗ്രസ് എന്നുള്ള മുദ്രയിലല്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാമോ എന്ന് ഉദ്ദേശിച്ചുമല്ല. അങ്ങനെയുള്ള തെറ്റിദ്ധാരണ അവർക്കുണ്ടായതാണെങ്കിൽ അവരെ തിരുത്തണം. ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിൽ നിൽക്കുന്നവരാണ്. അവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയില്ല. NSSന്റെ ഒരു പുത്രനാണ്. എനിക്ക് 4 മക്കളുണ്ടെങ്കിൽ 4 മക്കളും 4 രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെങ്കിൽ സർവീസ് നോക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ആ കുടുംബത്തെ ബാധിക്കാൻ പാടില്ല. അത് നായർക്ക് മാത്രം ഇത് ബാധകമാണെന്നാണ് ചിലരുടെ കൽപ്പന. വേറൊരു പുത്രനപ്പുറത്തിൽ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ ഇരിക്കുന്ന ആളാണ് ഗണേഷ് കുമാർ. ഒരേ വേദിയിലല്ലേ ഗണേശിന്റെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ജാതിയുടെ പേര് പറഞ്ഞ് ഇടപെടുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ ഗണേഷ് കുമാർ അവർക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട്. അത് നടത്താനുള്ള അവകാശം ശ്രമിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് മാത്രമല്ല എല്ലാ നായകന്മാർക്കും അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ ഉള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. ആ അനുവാദം അവർക്ക് ഉപയോഗിക്കാം. അവര് കുടുംബം മറക്കരുതെന്ന് മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ. അവര് കുടുംബം മറക്കാത്തവരായതുകൊണ്ടാണ് അവര് ആ രീതിയിൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്നത്. രമേശ് ചെന്നിത്തല ഈ സംഘടനയിലെ ഒരാള് എന്നതിൽ ഒരു തരത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലല്ല ജന്മസ്ഥാനത്ത് നിന്നുകൊണ്ടായിരിക്കും. അതല്ലെന്ന് പറയാൻ അങ്ങനെയാണ് അദ്ദേഹം ഈ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ളത്. ഈ തിരുത്തലൊക്കെ വരുത്തിയത് നമ്മളാരും അല്ല എന്നാണ് എന്റെ ആത്മാർത്ഥമായ വിശ്വാസം. അത് സമുദായാചാര്യ ശ്രീ മന്ദത്തി പത്മനാഭൻ ആണ് അത് നമ്മളെ കൊണ്ട് കറക്റ്റ് ചെയ്യിച്ചത് എന്നാണ് ഞാൻ. എല്ലാ കാര്യങ്ങളും ഇതുപോലെ വരുമ്പോൾ നമുക്ക് ഉപദേശം ഒരു രൂപത്തിൽ വേറെ രൂപത്തില്ല. അതെല്ലാം നല്ല രീതിയിൽ പഠിച്ചു. ഇന്ന് ഈ ഇവിടെ നടക്കുന്ന സമ്മേളനം ഞാൻ 62 വർഷമായി ജന്മദിനങ്ങൾ അദ്ദേഹത്തിന്റെ ജന്മദിനങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. ഒരു കാലത്തും ഇല്ലാത്ത ജനങ്ങൾ, സമുദായ സ്നേഹികൾ, ഇതര സമുദായ സ്നേഹികൾ, രാഷ്ട്രീയ വേർതിരിവ് ഇല്ലാതുള്ള എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകൾ, സഹപ്രവർത്തകർ, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ രാഷ്ട്രീയ രംഗത്തായാലും സാമൂഹ്യ രംഗത്തായാലും ഒക്കെ പ്രവർത്തിക്കുന്നത്. ഇവിടെ ബി ജെ കുലി സാറിവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ എന്നൊക്കെ ജന്മദിനം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് ഇവിടെ കേട്ടിട്ട് പോകുന്നു. അങ്ങനെയുള്ള ആളുകൾ ഉൾപ്പെടുന്ന നേതൃനിലയിലും അല്ലാത്ത നിലയിലും സാധാരണക്കാരുടെ നിലയിലും ഒക്കെ ഉൾപ്പെട്ട വിവിധ ജാതി മതത്തിൽപ്പെട്ട ആളുകൾ
ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പുഷ്പാർച്ചനയ്ക്ക് കഴിഞ്ഞിട്ടും മടങ്ങിപ്പോയവരും ഇതിലേറെയുണ്ട് എന്നാണ് കണക്ക് വെച്ച് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തിൽ സമ്മേളനത്തിൽ നായർ സർവീസ് സൊസൈറ്റിക്കും ആ സമുദായത്തിനും ഏറെ അഭിമാനത്തിന് പകരുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ഉദ്ഘാടകനായി ഇവിടെ എത്തിയ രമേശ് ചെന്നിത്തലയെ സ്നേഹപൂർവ്വം നിങ്ങൾക്കെല്ലാം വേണ്ടി ഞാൻ സമുദായക്കാരന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്ത നമ്മുടെ പ്രസിഡന്റ് ഡോക്ടർ ശശികുമാർ, അത് ഔപചാരികമായ ഒരു ചടങ്ങിലുണ്ട്. അദ്ദേഹം അധ്യക്ഷനായിട്ടിരിക്കണം എന്ന് മന്ത്രിനാഥന്റെ നിയമാവലിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമല്ല അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ ഉത്തരവാദിത്വ ബോധം നേരെ കൊണ്ടുപോകാനുള്ള സഹകരണം നേരത്തെ പറഞ്ഞു എല്ലാം നല്ല രീതിയിലാണ് ഞങ്ങൾക്ക് സംഘടനയെ യാതൊരു എതിർപ്പില്ലാതെ കഴിയുന്നു. അതിന് നേതൃത്വം നൽകുന്ന ഔപചാരികമായ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്തു. അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ്, ഞാൻ അദ്ദേഹത്തെ പറ്റി എന്താ പറയേണ്ടത് കൂടിയാണ്. ഇത്രയും വിനയാന്വിതനായ എല്ലാവരോടും സ്നേഹപൂർവ്വമായ രാഷ്ട്രീയത്തിൽ ഒരു വഞ്ചനയും ഇല്ലാത്ത പ്രവർത്തനം അത് അച്ഛന്റെ പാരമ്പര്യം ആണ്. അദ്ദേഹത്തിന്റെ അച്ഛനാണ് കേരള കോൺഗ്രസിന്റെ ജന്മം നൽകിയത്. അതിനെ അനുഗ്രഹിച്ചത് ശ്രീ നന്ദത്ത് പത്മനാഭനാണ്. കേരള കോൺഗ്രസിൽ ജന്മം കൊടുക്കുമ്പോൾ അതിന്റെ തലപ്പത്തിരുന്ന് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തത് അദ്ദേഹത്തിന്റെ പിതാവാണ്. ആ പണം നമുക്ക് കിട്ടാതില്ല. നമുക്ക് വേണ്ടതെന്താണ്? നന്ദത്ത് പത്മനാഭൻ ആരാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവോ അയാളുടെ അച്ഛൻ കെ എം ജോർജാണ് ഇല്ലാത്തവരെല്ലാം നമുക്ക് വിളിക്കുന്നത്. നന്ദത്ത് പത്മനാഭനെ പഠിച്ചാൽ ആ ബന്ധം, ആ സമുദായമായിട്ടുള്ള സൗഹൃദം നിലനിർത്തി പോരുന്ന മാന്യതയുള്ള ആളുകളെയാണ് ആ സ്ഥാനത്തേക്ക് ക്ഷണിക്കേണ്ടത് എന്നുള്ള ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ പ്രധാന എന്തേ പറ, വിഷയം കാര്യം പറ, സമയമില്ല. അണ്ണ അണ്ണ ചെന്നത്ത് ക്ലോസ് കൊടുക്കണ്ട, ഇവിടെ തരാം തരാം തരാം. ഇത് മാത്രം കൊടുത്തേ, രണ്ട് ഒരേ ഫ്രെയിമാണ്. അദ്ദേഹത്തിന്റെ പിതാവിനെയും ശ്രീ നന്ദത്ത് പത്മനാഭനെയും ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുക.